In my previous videoയിൽ എങ്ങനെയാണ് നാഷണൽ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളാരും കണ്ടില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഈ വീഡിയോ കാണുക. ഹേ ഫ്രണ്ട്സ്, എന്നാണ് വിശേഷം? എല്ലാവരും വളരെ സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡിക്ലറേഷൻ കവർ ലെറ്റർ എഴുതുന്നത്. ഡിക്ലറേഷൻ കവർ ലെറ്റർ നിങ്ങൾ ജർമ്മനിയിൽ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും പോർച്ചുഗൽ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ആവശ്യമുള്ള ഒരു ലെറ്ററാണ് ഡിക്ലറേഷൻ കവർ ലെറ്റർ. സീക്കർ വിസയുടെ ചെക്ക് ലിസ്റ്റിൽ നോക്കുമ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോം, ഇത് കാണും, ഒരു മെസ്സേജ് കാണും, ഡിക്ലറേഷൻ കവർ ലെറ്റർ എന്നുള്ളത്. അപ്പം ആ ലെറ്ററിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഈ കവർ ലെറ്റർ എഴുതുക എന്നതാണ്. ഈ കവർ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ എഴുതിയില്ലെങ്കിൽ 100% പോർച്ചുഗീസ് എംബസി നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ ഇവിടെ പറയുന്നത് വെച്ചാൽ, ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഓൾറെഡി ഒരു കവർ ലെറ്റർ എഴുതി ഞാൻ പല പ്രാവശ്യം പല രീതിയിലും റിസർച്ചുകൾ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കവർ ലെറ്റർ എഴുതിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എന്തിന് ആ രാജ്യത്ത് പോകുന്നു, നമ്മൾ എപ്പോൾ ആ രാജ്യത്തിന് തിരിച്ചു വരും, നമ്മൾ ആ രാജ്യത്ത് എത്തിപ്പെട്ടാൽ ഏതെങ്കിലും രീതിയിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തിന് തിരിച്ചു പോരുമോ, അതെങ്ങനെ നമുക്ക് ഈ എംബസിയിലെ നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കുന്നവരെ കൺവിൻസ് ചെയ്യാം എന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഈ കവർ ലെറ്റർ എങ്ങനെയും എഴുതാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഗൈസ്, ഇതാണ് ചെക്ക് ലിസ്റ്റ് ഫോം. ഈ ചെക്ക് ലിസ്റ്റ് ഫോമിൻ്റെ ഇവിടെ പറയുന്ന സ്പെസിഫിക് ഡോക്യുമെൻറ്റ്സിൻ്റെ തൊട്ട് താഴെ ഡിക്ലറേഷൻ വിത്ത് ഇൻഡിക്കേഷൻ ഓഫ് ദ കണ്ടീഷൻ ഫോർ ദി എസ്റ്റിമേറ്റഡ് സ്റ്റേ എന്ന് പറയുന്ന ഈ കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിന് പറയുന്ന പേരാണ് ഡിക്ലറേഷൻ കവർ ലെറ്റർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിക്ലറേഷൻ കവർ ലെറ്റർ എഴുതേണ്ടത്? ആദ്യം തന്നെ ഡിക്ലറേഷൻ കവർ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിക്ലറേഷൻ കവർ ലെറ്റർ എഴുതണം. അതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മോട്ടിവേഷൻ എന്ത്, ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മോട്ടിവേഷൻ എന്ത്, നമ്മൾ ഏത് ഏരിയയിൽ അഥവാ ഏത് ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഏത് ഫീൽഡിലും ഏത് ഏരിയയിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്, നമ്മൾ അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, വേറെ ഏത് ജോബൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ലെറ്റർ എഴുതേണ്ടത്. ഞാനിവിടെ 2 ഡിക്ലറേഷൻ കാണിക്കാം. 2 സാമ്പിൾ ലെറ്റർ. ഇതേപോലെ ആരും കോപ്പി അടിച്ച് എഴുതരുത്. ഓക്കെ, ഞാൻ ഈ സാമ്പിൾ ലെറ്ററിൻ്റെ PDF ഫയൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സാമ്പിൾ ലെറ്ററും ഒരു കവർ ലെറ്ററും എല്ലാ വിവരങ്ങളും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നതിൻ്റെ PDF ഫയൽ എല്ലാം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ വായിക്കുക. ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ വ്യക്തമായി സമയമെടുത്ത് വായിച്ചു നോക്കണം. ഓക്കെ, ആദ്യം അത് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഏകദേശം പറഞ്ഞു തരാം. ഞാൻ എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം എഴുതി. എൻ്റെ പേരെന്ത്, ഞാൻ എവിടെ നിന്നാണ് എന്നുള്ള വിവരങ്ങൾ ആദ്യം എഴുതി. ഞാൻ എവിടെ പഠിച്ചു, ഞാൻ എന്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് എഴുതണം. നിങ്ങൾ എന്ത് പഠിച്ചു എന്നൊക്കെ.
അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോർച്ചുഗലിൽ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ പോർച്ചുഗലിൽ ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്. ഇപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആദ്യം കൊടുക്കുക, ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയ ആയിട്ട് കൊടുക്കുക, കാണിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. രണ്ടാമത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് എഴുതാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം റീസൺ ഫോർ കമ്മിങ് ടു പോർച്ചുഗൽ എന്ന് പറയുന്ന കാര്യം എഴുതുക. പിന്നെ എസ്റ്റിമേറ്റഡ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുക, കാണിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇപ്പം പോർച്ചുഗൽ പോകേണ്ട കാരണങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ജോബ് മോട്ടിവേഷനെ കുറിച്ച് എഴുതണം, നിങ്ങളുടെ ജോബ് ഗോൾ എന്തൊക്കെയാണെന്ന് എഴുതണം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബ് കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് ജോബായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാകുക എന്നതിനെക്കുറിച്ച് എഴുതണം. പിന്നെ എസ്റ്റിമേറ്റഡ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, എത്ര ദിവസമാണ് നിങ്ങൾ പോർച്ചുഗലിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് എഴുതണം. നിങ്ങൾ അവിടെ എവിടെ താമസിക്കും എന്നത് എഴുതണം. നിങ്ങളുടെ ടെമ്പററി അക്കോമഡേഷൻ്റെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എന്നീ കാര്യങ്ങളെല്ലാം എഴുതണം. നിങ്ങൾ എങ്ങനെയാണ് ടെമ്പററി അക്കോമഡേഷൻ ബുക്ക് ചെയ്ത് എന്ന കാര്യങ്ങൾ എഴുതണം. എന്നിട്ട് ടെമ്പററി അക്കോമഡേഷന് പേയ്മെൻറ്റുകൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രീപെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റും നിങ്ങൾ ഈ ലെറ്ററിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു എംപ്ലോയ്മെൻറ്റ് ഗോളുകളെ കുറിച്ചൊക്കെ. ഓക്കെ, നിങ്ങളുടെ മോട്ടിവേഷൻ ഗോൾ എല്ലാം ഒന്നിച്ചെഴുതുക. ഞാനിവിടെ എഴുതി വന്നപ്പോൾ എസ്റ്റിമേറ്റഡ് ഡ്യൂറേഷൻ്റെ താഴെയായി പോയെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സ്കിൽ വിവരങ്ങളെക്കുറിച്ച് എഴുതണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡ്രൈവിങ്ങിനോ ടാലൻറ്റുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതണം. പിന്നെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ മുമ്പ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം എഴുതും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കോമഡേഷനെ കുറിച്ച് എഴുതണം. ടെമ്പററി അക്കോമഡേഷൻ ആയാലും നിങ്ങൾ അവിടെ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഏത് ഏരിയയിലാണ് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതണം. പിന്നെ അതേപോലെ പ്രൂഫ് ഓഫ് ഫണ്ട്, എത്ര രൂപ നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റായി നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് കാണിക്കുമ്പോൾ മിനിമം ഒരു 6,000 to 7,000, മിനിമം 6,000 7,000 യൂറോ എബോവ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. മിനിമം 6,000 to 7,000 എബോവ് കാണിക്കുക. മിനിമം ഒരു 6 അല്ലെങ്കിൽ 7 ഇടുക. ഓക്കെ, ഞാനിവിടെ എഴുതിയിരിക്കുന്ന കൺക്ലൂഷൻസൊക്കെ എന്നൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കണം കേട്ടോ. ഇതിനകത്ത് ഞാൻ കൺക്ലൂഷനകത്ത് ഒരു ഓവറോൾ എൻ്റെ ഒരു നിഗമനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കി നിങ്ങളുടെ ആ രീതിയിൽ എഴുതണം. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ SLC എവിടെ കഴിഞ്ഞു, +1 +2 എവിടെ കഴിഞ്ഞു, ആ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണ്, നിങ്ങളുടെ മാർക്ക് വിവരങ്ങൾ അതിനകത്ത് ചേർക്കണം. +2 കഴിഞ്ഞ് നിങ്ങളുടെ ഡിഗ്രിക്ക് എവിടെ പോയി പഠിച്ചു, അതിൻ്റെ മാർക്ക് വിവരങ്ങൾ എഴുതുക. ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ, ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ, സെക്കൻഡ് ക്ലാസ് ഉണ്ടോ എന്ന വിവരങ്ങളെല്ലാം അതിനകത്ത് എഴുതണം. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി എവിടെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിവരങ്ങൾ എഴുതണം. ഓക്കെ, എവിടെ ജോലി ചെയ്തു, നിങ്ങളുടെ ഫസ്റ്റ് ജോബ് ഏത്, നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഏതൊക്കെ വർഷം ഏതൊക്കെ സ്ഥാപനത്തിലാണ്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എഴുതണം. ഓക്കെ, ഞാനിവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. ഈ PDF ഫയലിനകത്ത്, ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ PDF ഫയലിനകത്തുള്ള പറയുന്ന കാര്യങ്ങളെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡിനുള്ള ലിങ്ക് എല്ലാം താഴെയുണ്ട്. നിങ്ങളതെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളെല്ലാവരും എഴുതുക കേട്ടോ. പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതേണ്ടതുണ്ട്. എസ്റ്റിമേറ്റഡ് സ്റ്റേ ഡ്യൂറേഷനെ കുറിച്ച് ഞാൻ ഈ PDF ഫയലിനകത്ത് പറയുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഇൻഷുറൻസ് വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾ എഴുതണം. ഫ്ലൈറ്റ് ടിക്കറ്റിന് പരമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. നിങ്ങൾ എന്ന് ഇവിടുന്ന് പുറപ്പെടുന്നു, നിങ്ങൾ അവിടെ എന്നെത്തും, ഏത് ഫ്ലൈറ്റിനാണ്, ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിൻ്റെ റെഫറൻസ് നമ്പർ നിങ്ങൾ കാണിക്കണം. റിട്ടേൺ നിങ്ങൾ എപ്പോഴാണ് വരുന്നത്. അപ്പം ഇത് എഴുതുമ്പോൾ
നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ നോക്കുന്ന വ്യക്തിക്ക് ഉറപ്പ് വരണം, അഥവാ ഈ വിസയുടെ എക്സ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന്. അപ്പോൾ അങ്ങനെയായിരിക്കണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ അതെനിക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ മോട്ടിവേഷൻ ഇതാണ്: നമ്മൾ ആ രാജ്യത്ത് ചെന്ന് ഏതെങ്കിലും കാര്യത്തിൽ ജോലി കിട്ടിയില്ല, അപ്പോൾ എങ്ങനെ നമ്മൾ തിരിച്ചു പോരും എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലും റെസിപ്റ്റും എല്ലാം നിങ്ങൾ ഇതിനകത്തൂടെ ആഡ് ചെയ്യണം. കേട്ടോ ഗൈസ്? അപ്പം ഇത് അത്രയും നിസ്സാരമായിട്ട് കരുതരുത്. നിങ്ങളിത് എഴുതുമ്പോൾ എല്ലാവരും ഒരു ലെറ്റർ ഫോർമാറ്റിൽ എഴുതുക. ഫ്രം എന്ന് കൊടുക്കുക, എന്നിട്ട് ടു എന്ന് കൊടുക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് ഇൻഫർമേഷൻസ് എല്ലാം ആഡ് ചെയ്യണം. ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതെല്ലാം ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ടു എന്ന് കൊടുക്കുക. അതിൻ്റെ താഴെ എഴുതുക, അതിൻ്റെ തൊട്ട് താഴെ ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്: മൈ നെയിം ഈസ് പ്രവീൺ ബേബി. ഐ ആം writing to request job seeker visa from the embassy of Portugal in New Delhi. അങ്ങനെയാണ് ഞാൻ എൻ്റെ ലെറ്ററിൻ്റെ തുടക്കം. ഓക്കെ, അപ്പം നിങ്ങളെങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊരു ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളത് വായിച്ചു നോക്കുക. എന്നിട്ട് അതനുസരിച്ച് എഴുതുക. നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഗോള്, മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം എഴുതണം. നിങ്ങൾക്ക് അഡീഷണൽ ടു മൈ സ്കിൽ ആസ് എ എന്തെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ജോബിന് വേറെ എന്തെങ്കിലും അഡീഷണൽ സ്കിൽസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതണം. താഴോട്ട് എഴുതിയേ പറ്റൂ. അവിടെ നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്റ്റേ ചെയ്യുന്നത്, എത്ര നാൾ അവിടെ സ്റ്റേ ചെയ്യും, നിങ്ങൾ ഏതൊക്കെ ഫീൽഡിലാണ് ജോബ് നോക്കുന്നത്, ഉദാഹരണം അങ്ങനെയൊക്കെ നിങ്ങൾ അവിടെ ഏത് ഫീൽഡിലാണ് ജോബ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ എഴുതുക. എൻ്റെ കേസ് IT ആണ്. അപ്പം ഞാൻ എൻ്റെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്: എനിക്ക് ഇന്ന IT ഫീൽഡിൽ ജോബ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ഫീൽഡിൽ IT ജോബിലൊക്കെ നോക്കുന്നുണ്ട്. അതേതൊക്കെയാണെന്നുള്ളത് വളരെ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം എഴുതുമ്പോൾ അതിൻ്റെ ബുക്കിംഗ് റെഫറൻസ് നമ്പറും എല്ലാം കാണിക്കുക. ഡേറ്റും ടൈമും, ഏത് എയർലൈനിലാണ് നിങ്ങൾ പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കുക. ഓക്കെ ഗൈസ്? പിന്നെ എന്നാ പറയുക, അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക: ഞാനിവിടെ തന്നിരിക്കുന്ന സാമ്പിൾ കവർ ലെറ്റർ നോക്കി അതേപോലെ കോപ്പി അടിച്ച് അങ്ങ് എഴുതരുത്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സാമ്പിൾ ലെറ്റർ നോക്കി അതേപടി കോപ്പി അടിച്ചങ്ങ് എഴുതി ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് മാറ്റം വരുത്തേണ്ടതെല്ലാം മാറ്റം വരുത്തണം. നിങ്ങളുടെ ജോബിനനുസരിച്ച് കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കി അതനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് മാറ്റി റീറൈറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. പക്ഷേ നിങ്ങൾ അതേപടി കോപ്പി അടിച്ച് അതേ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യരുത് എന്നതും കൂടെ ആ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതേപോലെ കോപ്പി അടിച്ച് എഴുതരുത്. പിന്നെ ഇത് എഴുതുമ്പോൾ ഓർക്കുക, ഇതൊരു മിനിമം ഒരു 3 A4 ഷീറ്റ് ഫുള്ളായിരിക്കണം. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ 3-4 A4 ഷീറ്റ് ഫുള്ളായിട്ട് എഴുതണം. ഒറ്റ A4 ഷീറ്റിലോ 2 A4 ഷീറ്റിലോ വിവരങ്ങളെല്ലാം എഴുതി ഒതുക്കരുത്. മിനിമം ഇത് എഴുതുമ്പോൾ ഒരു 3-4 A4 ഷീറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാം. Thanks for watching and please subscribe to my YouTube channel, Praveen Baby.